ഷഫീദ് റാവുത്തർ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഷഫീദ്, മുണ്ടക്കൈയിൽ ഏത് തരത്തിലേക്ക് ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്? അവിടെ നിന്ന് ഇന്ന് എന്തെങ്കിലും മൃതദേഹമോ അല്ലെങ്കിൽ അവശിഷ്ടമോ കിട്ടിയിട്ടുണ്ടോ? അനുജ, ഇതുവരെയും ശരീരഭാഗങ്ങളോ മൃതദേഹമോ മുണ്ടക്കൈയിൽ നിന്ന് ഇന്ന് കിട്ടിയിട്ടില്ല. ഇന്നലെയും കിട്ടിയിരുന്നില്ല. ഇവിടെ ഇപ്പോൾ നടക്കുന്ന പരിശോധന ആർമിയുടെ റഡാർ പരിശോധനയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റൊരു ടീം വന്ന് റഡാർ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ആർമി തന്നെ നേരിട്ടെത്തി റഡാർ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ നമ്മളെ കടത്തിവിടുന്നില്ല. നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം നടത്തിയ റഡാർ പരിശോധനയിൽ അനുജ, ഇപ്പോൾ നമുക്ക് ഇവർ നടത്തുന്ന പരിശോധന എത്രത്തോളം സൂക്ഷ്മമാണ് എന്നുള്ളതിന്റെ ഒരു ദൃശ്യം കാണാൻ സാധിക്കും. അതായത് അവർ നിൽക്കുന്ന ഭാഗമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ തൊട്ടിപ്പുറത്തേക്ക് റോഡ് മുറിച്ചു കിടന്ന ഈ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന സ്ഥലത്തേക്കുള്ള ആളുകളെ പോലും തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിശോധന അത് നടത്തുന്നുണ്ട്. ഒരു ആർമി ഉദ്യോഗസ്ഥൻ ആ ഭാഗത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ല, മറ്റൊരു മനുഷ്യ സാന്നിധ്യവും അടുപ്പിക്കുന്നില്ല. പകരം വളരെ സൂക്ഷ്മമായി റഡാർ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് മിനിഞ്ഞാന്ന് ഇവിടെ സമാനമായ രീതിയിൽ മറ്റൊരു റഡാർ പരിശോധന നടത്തുകയും ഒരു ജീവസാന്നിധ്യം കണ്ടെത്തുകയും മാത്രവുമല്ല അതിന് പിന്നാലെ ആ ജീവസാന്നിധ്യം കണ്ടെത്തിയ ഒടുവിൽ നമുക്ക് നിരാശപ്പെടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവിടെ റഡാർ പരിശോധന നടത്തുമ്പോൾ ഇവിടം കേന്ദ്രീകരിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ എന്തോ ലീഡ് കിട്ടിയെന്നുള്ള സൂചനകൾ അത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതെന്താണെന്ന് നമ്മളോട് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുമില്ല. പക്ഷേ റഡാർ പരിശോധന നടക്കുകയാണ്. മുണ്ടക്കൈയിലെ ഒരു പ്രധാനപ്പെട്ട ടൗൺ, ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ ഭാഗം. ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ അത് അപ്പാടെ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞ് തകർന്ന് മാറുകയായിരുന്നു. നമ്മളപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന സ്ഥലമൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്തെ ഒരു വീടാണ്. ഈ രീതിയിൽ, അതായത് ഈ വീട് ഇപ്പോൾ തകർന്ന രീതിയിലാണ് ഈ ഭാഗത്തുള്ള മറ്റ് വീടുകളും തകർന്നത്. ഇപ്പോൾ ഈ റഡാർ പരിശോധന വളരെ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിലുള്ളൊരു സൂചനകൾ അത് കിട്ടുകയാണെങ്കിൽ വലിയ സഹായകമാകും, വലിയ നിർണായകമാകും. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ പുഞ്ചിരിമട്ടത്തടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ റഡാർ പരിശോധന നടത്തും എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മുണ്ടക്കൈയിലേക്ക് തന്നെ പരിശോധന നടത്താൻ അല്ലെങ്കിൽ പരിശോധന സജീവമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കാരണം ഏറ്റവും അധികം ആളുകൾ ഉണ്ടായിരുന്നത് ഈ ഭാഗത്താണ്, മുണ്ടക്കൈ ഭാഗത്താണ്. ഇപ്പോൾ നമുക്ക് ആർമി ഉദ്യോഗസ്ഥരോടെ കാത്തു നിൽക്കുന്നത് കാണാം. അവർ ഈ റഡാർ പരിശോധന കാരണം ആ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ മറ്റാരെയും ആർമി ഉദ്യോഗസ്ഥർ അടുപ്പിക്കുന്നില്ല. ആർമിയുടെ പരിശോധനകൾ മാത്രമാണ് നടക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത്. ഈ പുഞ്ചിരിമട്ടത്ത് ഇന്ന് നടന്ന ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തെരച്ചിൽ പരിശോധന മാത്രമാണ്. പക്ഷേ റഡാർ പരിശോധനയും ഐബോർഡ് ഡ്രോൺ പരിശോധനയും ആ ഭാഗത്തും നടത്തും എന്ന് ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ തകർന്നു പോയിട്ടുള്ള അതല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ റഡാർ പരിശോധനയും ഐബോർഡ് ഡ്രോൺ പരിശോധനയും നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഉച്ചസമയമായപ്പോഴേക്കും ഈ പരിശോധന നടത്തിയത്. അട്ടമലയിലടക്കം ഏതെങ്കിലും തരത്തിൽ പരിശോധന നടത്തണമെങ്കിൽ അങ്ങോട്ടേക്ക് ഇത് വ്യാപിപ്പിക്കുകയും ചെയ്യും. അനുജ, മുണ്ടക്കൈയിൽ ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റേഡാർ പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുൻപ് അവിടെ ഒരു ജീവസാന്നിധ്യമുണ്ട് എന്ന സംശയത്തെ തുടർന്ന് വലിയ പരിശോധന നടത്തിയിരുന്നു. ആ മേഖലയിൽ ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള റേഡാർ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് മുണ്ടക്കൈയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. വയനാട് ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിലും സമീപത്തെ വനത്തിലും ഇന്നും വ്യാപകമായ തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇന്ന് 4 മൃതദേഹങ്ങളാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഇതുവരെ പുഴയിൽ നിന്ന് കണ്ടെടുത്ത 209 മൃതദേഹങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അക്ഷരാർത്ഥത്തിൽ ചാലിയാർ പുഴയിലും വനത്തിലും ഇന്ന് നടക്കുന്നത് അരിച്ചു പെറുക്കൽ. ആധുനിക സംവിധാനത്തിനും വിവിധ സേനകൾക്കുമൊപ്പം 1000-ലധികം സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ സജീവം. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ദൗത്യത്തിൽ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും പങ്കുചേർന്നു. ഹെലികോപ്റ്ററും ഡ്രോണുകളും ബോട്ടുകളും തെരച്ചിലിനായി ഉപയോഗിച്ചു. പോത്തുകൽ പൂക്കോട്ടുമണ്ണ ഭാഗത്തുനിന്ന് പുരുഷന്റെ മൃതദേഹം